എൻ്റെ പൊന്ന് നമ്മുടെ ദിലീപിൻ്റെ ഫാൻസുകാരും ലാലേട്ടൻ്റെ ഫാൻസുകാരും ക്ഷമിക്കണം. എനിക്ക് ഒരുപാട് ഇഷ്ടമാണ്, ദിലീപിന് ഇഷ്ടമാണ്, ലാലേട്ടന് ഇഷ്ടമാണ്. പക്ഷെ നമ്മൾ കണ്ട പോലെ പറയും. നമ്മളെന്തൊരു സിനിമ കണ്ടു ബ പെറ്റമ്മ സഹിക്കില്ല. ഇമ്മാതിരി സിനിമ ഒരു 10 കൊല്ലത്തിനിടയിൽ ഇത്ര ഒരു കൂതറ സിനിമ ഞാൻ ഇന്ന് വരെ കണ്ടിട്ടില്ല. ഇത് സിനിമയാണോ? നമ്മൾ ഇത്രയും കാത്തിരുന്ന് കിട്ടിയ ഒരു സിനിമയാണ്. എന്താണ് മോഹൻലാൽ അഭിനയിക്കുന്നത്, ദിലീപ് അഭിനയിക്കുന്നത്, എന്നാടുന്ന ട്രെയിലറും ടീസറൊക്കെ സിനിമ കണ്ടപ്പോൾ ആൾക്കാർ തിയേറ്ററിൽ നിന്ന് കൂവുക. എന്നാലും എൻ്റെ ദിലീപേ, നിനക്ക് മിണ്ടാണ്ട് വീട്ടിൽ ഇരുന്നാൽ പോരെ. എന്തിനാണ് ഇമ്മാതിരി സിനിമ അഭിനയിക്കുന്നത്? എന്തിനാണ് ആ പാവം ലാലേട്ടനെ അതിൽ കൊണ്ടുവന്നിട്ടത്? ലാലേട്ടൻ എന്തൊക്കെയാണ് കാട്ടിക്കൂട്ടുന്നത്? ലാലേട്ടൻ അറിയാലോ ഇത് അഭിനയിക്കുമ്പോൾ ഇതൊരു കൂതറ സിനിമയായിരിക്കുന്നു. ഒരു ഫോട്ടോഗ്രാഫി പോലും നല്ലതില്ല എന്നുള്ളതാണ്. എന്താ മ്യൂസിക് കുറേ നമ്മുടെ ഇൻസ്ട്രുമെൻറ്റ്സ് ഉണ്ടെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അതങ്ങോട്ട് ഇട്ടങ്ങോട്ട് പാളിക്കുന്നുണ്ട്. കുറേ ആൾക്കാർ ബാക്ക്ഗ്രൗണ്ടിൽ കിടന്ന് ഓടിയിടുന്നുണ്ട്. ഇതൊക്കെ കേട്ട് ശരിക്കും പറഞ്ഞാൽ ചെകിടിൻ്റെ പിലിമെൻ്റ് അടിച്ചു പോയെന്ന് പറയാം. 10 പൈസയ്ക്ക് ഉപകാരമില്ല. ഒരു കഥയില്ല, ഒരു കോമഡിയില്ല, ഒരു ഫൈറ്റില്ല. കുറേ കൂതറകളെ കൊണ്ടുവന്ന് തമാശ അത്ര ഇതൊക്കെയാണ് തമാശ. ഒരു മുഖ്യമന്ത്രീനെ കിഡ്നാപ്പ് ചെയ്ത് കൊണ്ടുപോകണ്. ഈ ദിലീപിന് നാണല്ല ഇങ്ങനത്തെ സിനിമയിൽ അഭിനയിക്കാൻ? ഈ മനുഷ്യനെ ഹൈക്കോടതിയോ അല്ലെങ്കിൽ CBI ഒക്കെ വന്ന് വേഗം കേസ് അന്വേഷിച്ച് ഇങ്ങനെയാണ് എന്നൊക്കെ പറഞ്ഞ് എത്ര നിരപരാധിയാന്ന് പറഞ്ഞ് എന്തോരം ആൾക്കാർ സപ്പോർട്ട് ചെയ്യുന്ന അറിയാം. അവരൊക്കെ എതിരാവും ഈ സിനിമ പോയി കണ്ടിട്ടുണ്ടെങ്കിൽ. അത്ര മോശം പട. ഇങ്ങനെയുള്ള സിനിമകൾ എടുക്കാനായിട്ട് ഗോകുലം ഗോപാല സാറിന് എന്ത് പറ്റിയെന്ന് എനിക്ക് മനസ്സിലാവണത്. ഇതിൻ്റെ ഒരു സംവിധായകനും ഇതിൻ്റെ ഒരു തിരക്കഥാകൃത്തും എൻ്റെ ജീവിതത്തിൽ ഇങ്ങനൊരു അബദ്ധം പറ്റാനില്ല. ദിലീപിൻ്റെ എത്ര മോശം പടമായാലും നമ്മൾ അത് ആസ്വദിക്കാൻ എന്തെങ്കിലുമൊക്കെ ദിലീപ് കാട്ടിക്കൂട്ടും. ഇതിൽ പൈസയ്ക്ക് ഒരു ഉപകാരമില്ല എന്നുള്ളതാണ്. ഇതിൽ ഈ ലാലേട്ടൻ എങ്ങനെ വന്ന് പെട്ടു എന്ന് അറിയുന്നത് എനിക്ക് മനസ്സിലാവാത്തത്. ഇത്രയും ഹൈപ്പിൽ നിൽക്കുന്ന ലാലേട്ടൻ വന്ന് നിന്ന് കാണിക്കുന്നത് കാണണം. രജനീകാന്ത് പോലും നാണം കെട്ട് പോകും. തമിഴന്മാർ പോലും ഇങ്ങനെയുള്ള കോപ്രായങ്ങൾ കാണിക്കില്ല. അമ്മാതിരി കോപ്രായങ്ങളാണ് ദിലീപും പരിവാരങ്ങളും കാണിക്കുന്നത്. നാണാവും. നമ്മൾ ഈ സിനിമ കണ്ടിട്ട് തലയെ കൂടെ മുണ്ടിട്ടിട്ടാണ് പോകുന്നത്. നമ്മുടെ പോലെ പരിചയക്കാർ കണ്ടു കഴിഞ്ഞാൽ എന്താ പറയുക, ഇതുപോലെയുള്ള സിനിമ കാണാൻ പോയിട്ട് തിയേറ്ററുകാരൊക്കെ വളരെയധികം സങ്കടത്തിലാണ്. ഇനിയിപ്പോൾ നാളെ തൊട്ടൊരു മനുഷ്യൻ തിയേറ്ററിൽ കയറില്ല. അത് അവർക്ക് മനസ്സിലായി. ഇവരൊക്കെ വലിയ പ്രതീക്ഷയിൽ ഇരുന്നതാണ് ലക്ഷങ്ങൾ ഈ സിനിമയിൽ ഉണ്ടാക്കാമെന്ന് വിചാരിച്ചിട്ട്. എല്ലാം തകിട്ട് പൊടിയായി, എല്ലാ ആശകളും നശിച്ചു. ഇനി ശംഭോ മഹാദേവ, എന്ത് ചെയ്യാം?